കാത്തിരിക്കുന്നു എന്ന് ചിന്തിച്ച് നീ ദൈവ വഴി വിട്ടു പോകുമ്പോഴും, നീ നിനക്ക് വേണ്ടി എന്തൊക്കെയോ കരുതാൻ ഓടുമ്പോഴും, നിനക്ക് വേണ്ടത് കരുതിക്കൊണ്ട് നിന്നെ കാത്തിരിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ അറിയിക്കുകയാണ്. കർത്താവിന്റെ സ്നേഹം വ്യവസ്ഥയില്ലാത്ത സ്നേഹമാണ്, അൺകണ്ടീഷണൽ. ദൈവം ഒരു കണ്ടീഷൻ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്തു കൊടുത്ത് ആ ദൈവത്തെ പ്രസാദിപ്പിച്ചേനെ? നിങ്ങൾ പറഞ്ഞു, എന്ത് കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാം? ഒരു വ്യവസ്ഥകളുമില്ലാതെ ഈ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു, ആണയിട്ടു, പ്രാഗി. എന്നിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞടാവുകയെ, എല്ലാം അവസാനിച്ചു, ഇനി നമ്മൾ ഇതിനകത്ത് നിന്നിട്ടൊരു കഥയില്ല. നഥനയിലെ നീ എൻ്റെ കൂടെ വാ, കാനായിലെ നഥനയിൽ ഇനി വന്നേ, തോമസേ നീയും പോരെ, നമുക്ക് ആ പഴയ വലയൊക്കെ ഒന്ന് എടുത്തൊന്ന് കുടഞ്ഞി, വള്ളം അവിടെ കിടപ്പുണ്ടല്ലോ, വാ നമുക്ക് മീൻ പിടിക്കാൻ പാ. വീണ്ടും ആ പഴയ പടകും വലയും എടുത്ത് തിബിരിയാസ് കടലിൽ മീൻപിടുത്തത്തിന് പോയി പത്രോസെ, പടകും വലയും വിട്ട് എന്നെ അനുഗമിക്ക എന്ന ശബ്ദം കേട്ട് താൻ വിട്ടുകളഞ്ഞ പടകും വലയും വീണ്ടും പൊടി തട്ടിയെടുത്തു. സത്യമായും അതൊരു വലിയ ഇൻസൾട്ടാണ്. മീൻ പിടിക്കാൻ പോയി, ഒറ്റ മത്സ്യവും അന്നും അവന് കിട്ടിയില്ല. പത്രോസിന്റെ 2 മടങ്ങി വരവുകളിൽ അവന്റെ വല ശൂന്യമായിരുന്നു. നിന്റെ ജീവിതമാകുന്ന വല ചില സമയങ്ങളിൽ ശൂന്യമാകുന്നത് എന്തിനെന്ന് ദൈവത്തോട് ചോദിച്ചാൽ ചിലപ്പോൾ നിനക്കൊരു ശബ്ദം അതിൽ കേൾക്കാൻ പറ്റും. അവന്റെ വല ശൂന്യമായിരുന്നു. അവൻ തിബിരിയാസ് കടൽക്കരയിലേക്ക് അവന്റെ വള്ളം കൊണ്ട് അടുപ്പിക്കുമ്പോൾ കടൽക്കരയിൽ ആരോ നിൽക്കുന്നത് പോലെ അവന് തോന്നി. അത് മറ്റാരുമല്ലായിരുന്നു, ഉയർത്തെഴുന്നേറ്റ യേശു. കനലിൽ ചുട്ട അപ്പവും കനലിൽ ചുട്ട മീനുമായിട്ട് ഈ പത്രോസിനെയും ശിഷ്യന്മാരെയും കാത്തു നിൽക്കുകയായിരുന്നു.